ഗസയിൽ വൻ കരയുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ പുതിയ സൈനിക പദ്ധതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം എതിർപ്പറിയിച്ചെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. എന്താണ് ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലം? എന്തുകൊണ്ടാണ് അമേരിക്ക ആശങ്ക പ്രകടിപ്പിക്കുന്നത്? വിശദമായി നോക്കാം. ഗസയിൽ മാസങ്ങളായി തുടരുന്ന യുദ്ധം ഇതിനോടകം തന്നെ വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗസയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കരസേനയെ വ്യാപിപ്പിക്കാനുള്ള പുതിയ സൈനിക നീക്കമാണ് ഇസ്രായേൽ പരിഗണിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പദ്ധതിയോട് അമേരിക്കൻ ഭരണകൂടം ആശങ്ക പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. വലിയ തോതിലുള്ള വൻകരയാക്രമണം കൂടുതൽ സാധാരണക്കാരുടെ ജീവനുകൾ അപകടത്തിലാക്കുകയും മേഖലയിൽ മനുഷ്യാവകാശ പ്രതിസന്ധി രൂക്ഷമാക്കുകയും പ്രാദേശിക സംഘർഷം കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലുമായി നടന്ന വിവിധ തലങ്ങളിലെ ചർച്ചകളിൽ അമേരിക്ക വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് പകരം ഗസയിൽ തുടരുന്ന ബന്ദി പ്രതിസന്ധി പരിഹരിക്കാനും വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും മാനുഷിക സഹായങ്ങൾ വിതരണം ഉറപ്പാക്കാനുമാണ് മുൻഗണന നൽകേണ്ടതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് വിവരം. അതേസമയം ഇസ്രായേൽ സർക്കാർ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഗസയിൽ ഹമാസിന്റെ ശേഷിക്കുന്ന സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതിനിടെ ഗസയിലെ സാഹചര്യം കൂടുതൽ ദയനീയമാകുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയും വിവിധ അന്താരാഷ്ട്ര സഹായ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത്. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയുടെ കടുത്ത ക്ഷാമമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ. സഹായ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും പരിമിതമായ സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ സേവനം തുടരുന്നത്. അതിനാൽ മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാൻ എല്ലാ കക്ഷികളും സഹകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ഗസയിലെ സ്ഥിതിഗതികളിലേക്കാണ്. അമേരിക്കയുടെ എതിർപ്പ് ഇസ്രായേലിന്റെ സൈനിക തീരുമാനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും വെടിനിർത്തൽ ചർച്ചകൾ പുതിയ സാധ്യതകൾ തുറക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ വിഷയത്തിൽ ഇസ്രായേലും അമേരിക്കയും ഔദ്യോഗികമായി എന്തെല്ലാം തീരുമാനങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്, ഗസയിലെ മാനുഷിക സാഹചര്യം എങ്ങനെ മാറുന്നു എന്നിവയാണ് ഇനി അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇതു സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്.